നേരം പരവരെ വെളുത്തപ്പോ തന്നെ അച്ഛനാണെങ്കിൽ കുത്തിപ്പൊക്കി കാണാൻ കണിയൊക്കെ കണ്ടിട്ട് നേരെ കവിയൂരമ്പലത്തിലേക്ക് വിട്ടുപിടിച്ചു കുറച്ച് കളക്ഷൻ എടുക്കാന്ന് വിചാരിച്ചു. രാവിലെ തന്നെ എന്തായാലും നല്ല ഗ്ലോ ഒക്കെ ഉണ്ട്, മുഖത്തല്ല ആകാശം. കവിയൂരമ്പലത്തിലെത്തി പാർക്കിംഗിലോട്ട് കണ്ടപ്പോഴേ നമ്മുടെ കിളി നല്ല അടിപൊളി തിരക്കുണ്ടായിരുന്നു അവിടെ. എന്തോ പായസം പറഞ്ഞില്ല, നല്ല തിരക്കുണ്ടായിരിക്കുന്നു. അകത്ത് ചെന്നപ്പോഴത്തേനും ഒരുമാതിരി പൊങ്കാലയ്ക്കുള്ള ആൾക്കാരുണ്ട് അവിടെ. എന്തായാലും കൈനീട്ടം പ്രതീക്ഷ പോയാൽ നമുക്കാണെങ്കിൽ കൈനീട്ടി പറഞ്ഞാൽ കിട്ടാതിരുന്ന കാര്യം. അപ്പൊ കിട്ടിയ ട്രിക്കൈ വേണമെന്ന് വെച്ച് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഇതാണ് കവിയൂരമ്പലത്തിലെ ഒരു ഹിഡൻ സ്പോട്ട്, അല്ലെങ്കിൽ അധികാർക്കും അറിയാത്ത അവിടുത്തെ കൃഷ്ണന്റെ നടയാണിത്. ഹിഡൻ സ്പോട്ടാണ് തേങ്ങ എന്ന് പറഞ്ഞിട്ട് നല്ലോണം ആൾക്കാരുള്ളവരോ ഒന്ന് തിരിച്ചു പറയുന്നത് നിങ്ങൾക്ക് അത്ര തന്നെ. നമ്മൾ ചന്ദനം മേടിച്ചിട്ട് കുറച്ചു നേരം ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ ശ്രമം മൂഞ്ചിന്ന് പറയാൻ പറ്റത്തില്ല, വിഫലമായി എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാലേ കൊളോക്കിയലി കറക്റ്റ് ആകും. ഇന്നിപ്പഴിച്ച 3 എന്ന് പറഞ്ഞിട്ട് 3 വരെ നോക്കിയിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് രണ്ടാമത്തെ ട്രൈയിൽ അങ്ങ് കുറച്ച് വെള്ളം നനച്ചിട്ട് നല്ലതായിട്ട് തൊട്ട് പോയിട്ട് വന്നപ്പോഴത്തേനും അമ്മയാണെങ്കിൽ നല്ല ഉഷാറായി ഇഡലി, ദോശ, സാമ്പാർ, മുളകും ഒക്കെ ഉണ്ടാക്കി വെച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ച് അച്ഛന്റെ അമ്മയുടെ കൂടെ ഒരു ഫാമിലി ഫോട്ടോയിലാണെങ്കിൽ ഒരാളുടെ കൂടെ കുറവുണ്ട് തന്നെ അനിയനെ. അവനാണെങ്കിൽ ഇതിനായിട്ടും കുളിച്ചിട്ടില്ല ആ സമയത്ത്. അപ്പുറത്തോട്ട് ചെന്നപ്പോഴാണെങ്കിൽ അവിടെ വിഷുത്തല്ലേ. ഈ 2K ഫുഡുകളുടെ ഒരു കാര്യം വേറെ എവിടെയും കയറി ഇരിക്കാൻ കണ്ടില്ല. ഞാൻ കാണുന്നതിന് മുമ്പ് വേറെ എങ്ങോട്ടും കയറി പോഞ്ഞ വിഷയൊക്കെ ആയപ്പോഴും സ്വയംഭം പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാലട പരിപ്പ്, പപ്പടം, പായസം, അങ്ങനെ ആവശ്യത്തിൽ കൂടുതൽ വിഭവങ്ങളൊക്കെ എല്ലാം നേരത്തെ വെച്ചിട്ട് ഒരു പിടി. അമ്മയാണെങ്കിൽ ആ സെറ്റിന്റെ ടോപ്പൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് കടയിലൊക്കെ പോകുന്നത്. അതായത് ചുന്തരി കുട്ടിയായിട്ടുണ്ട്. ഇപ്പൊ പായസം ഇങ്ങനെ തീർന്നു കഴിയുമ്പോഴാണെങ്കിൽ അതിന്റെ അടി കെട്ടിക്കിടക്കുന്ന ഒരു സാധനമുണ്ട്. ഒരു പാടയുടെ ഒക്കെ കണക്കിരിക്കും കാണാനായിട്ട്. അത് കഴിക്കാൻ ഒടുക്കലത്തെ ടേസ്റ്റ് ആണ് മിൽക്ക് മെയ്ഡ്. വൈകുന്നേരം ആയപ്പോഴത്തെ പിള്ളേരെല്ലാം നമ്മുടെ വീട്ടിൽ വന്ന് കളിയും കൊണ്ട് തുടങ്ങിയപ്പോൾ തന്നെ നല്ല അടിപൊളി കാറ്റൊക്കെ വീശുന്നുണ്ട്. അതായത് മഴ പെയ്യുന്നുള്ള കാര്യം കൺഫേം ആയിരുന്നു. അങ്ങനെ ഒട്ടും വൈകാതെ തന്നെ മഴയൊക്കെ പെയ്ത് നമ്മളാണെങ്കിൽ അടുത്തുള്ള ഒരു വീട്ടിൽ കയറി. വലിയച്ഛന്റെ വീട് തന്നെയാണ്. പിള്ളേരെല്ലാം കൂടെ അവിടെ ഇരുന്ന് പള്ള കീർന്ന് കണ്ടപ്പോഴത്തേനും വല്യമ്മയാണ് ഒരു ചക്കയൊക്കെ കൊണ്ട് തന്നു. അത് വെട്ടിപ്പൊളിച്ച് തുണ്ടുണ്ടാക്കി നമ്മളെല്ലാരും കൂടെ തിന്നു. ഇതൊക്കെയാണ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞത്. മഴയൊക്കെ മാറിയപ്പോഴത്തേനും പിന്നെയും കളി തുടങ്ങി. തെന്നി കിടക്കുന്നിടത്ത് 2-3 നാളെ അടിച്ചു വേണ്ടിലേക്ക് ഒരു സമാധാനം. ഈ കാണുന്നതിനാണ് പറയുന്നത് തിന്നിട്ടെല്ലിന്റെ ഇടയിൽ കുത്തുക അല്ലെങ്കിൽ കുത്തിക്കിഴപ്പ്. അത് മാത്രമായിട്ടങ്ങ് ചെയ്താൽ പറ്റില്ലല്ലോ. പിന്നെ ഞാനൊരു കൈ പ്രായമൊക്കെ ആയി 2 കാലം പൊക്കി ചാടാനൊന്നും വയ്യ. ബോളൊക്കെ കളിച്ച് തെന്നി അടിച്ച് വീണ് പത വന്നപ്പോഴത്തേനും അടുത്ത പരിപാടി എന്ന് വെച്ചാൽ സാറ്റ് കളിക്കാന്നുള്ളത്. നീ അതിന്റെ കൂടെ ഒരു കുറവാണ്. സാറ്റ് കളിക്കുന്നത് വേറെ പോലെ കണ്ടെത്തി. നീ കുറച്ച് ചൊറിച്ചിലൊക്കെ കാരണം ഒളിക്കാനായിട്ട് പോകുന്നത് ഈ കണ്ടത്തിൽ തന്നെയാണ്. അങ്ങനെ എണ്ണിത്തിരിക്കലിന്റെ ഒക്കെ അവസാനം ഒരു തന്നെയാണെങ്കിൽ എണ്ണനായിട്ട് വിട്ടിട്ടുണ്ട്. എണ്ണി തുടങ്ങിയ പാടെ ഒരുമാതിരി പോത്തുകാരൻ ഓടുന്ന പോലെ എല്ലാണോ എങ്ങോട്ടൊക്കെ ഓടി. എല്ലാത്തിനും ഒന്ന് ചെറിയ പിടിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആദ്യമേ ഞാൻ പോയി കിടന്നിടത്ത് എന്റെ കൂടെ ഉണ്ണിയും മനിയും ഒക്കെ ഉണ്ട്. ആരെങ്കിലും ഒരാളെ കണ്ടുപിടിക്കുന്നിടം വരെ ഇങ്ങനെ കിടക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും ഒക്കെ സാറ്റ് വെച്ചെന്ന് കാണുമ്പോഴത്തേനും ഇങ്ങനെ തല പൊക്കി നോക്കും. ഇങ്ങനെ പാത്തും പതുങ്ങി എഴിഞ്ഞൊക്കെ പോയാലും നമുക്ക് സാറ്റ് വെക്കാം. കാരണം വെച്ചാൽ സാധാ സാറ്റ് കളിക്കുന്ന പോലെ നമുക്ക് വേറെ എങ്ങോ വിളിക്കാൻ പറ്റും. പോച്ചാന്റെ ശരണം. അപ്പൊ നാളെ കാണാം. ഓക്കെ ബൈ.